ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കർക്കിടക മാസത്തിലെ കഞ്ഞിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു എരിശ്ശേരി. ഇപ്പോൾ സാധാരണ കഞ്ഞിക്ക് വേണമെങ്കിലും കഴിക്കാം, ചോറിന് വേണമെങ്കിലും കഴിക്കാം. കർക്കിടക കഞ്ഞിക്കും മരുന്ന് കഞ്ഞിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ എരിശ്ശേരി. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എരിശ്ശേരിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടല കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാനൊരു രാത്രി മുഴുവനും കുതിർത്തിയതാണ്. പിന്നെ മത്തൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. തൊലി വേണമെങ്കിൽ കളയാം. ഞാനിപ്പോൾ കളയുന്നില്ല. തൊലി കളയാതെ നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം തൊലി കളയാതെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ പീസുകളാക്കി എടുത്തു, നല്ലപോലെ കഴുകിയെടുത്തു. ഈ കടല 240 ml അളവ് കപ്പിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തു. രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ കഴുകിയാണ് എടുത്തത്. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ എല്ലാം കഴുകി എടുത്തു. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി ഈ കടലയ്ക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഈ നോസിൽ കൂടെ ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഒരു അരപ്പ് നമുക്ക് റെഡിയാക്കണം. അത് ഞാനൊരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പകുതി വറുത്തിടാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ബാക്കി പകുതി നമുക്കിവിടെ അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം 1 ടീസ്പൂൺ ജീരകം, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില. ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, ഒരു തരിതരിപ്പായി അരച്ചെടുത്താൽ മതി. കറിവേപ്പില അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ച് എടുത്താൽ മതി. ഇപ്പോൾ മിക്സിയിൽ ഇതുപോലെ അരച്ചെടുത്തു. ഇനി നമുക്ക് ഈ കൂട്ട് നമ്മൾ വേവിച്ചെടുത്ത മത്തനിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പ് തുറന്നു. 2 വിസിൽ ആയപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നല്ലപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എത്രയാണ് കട്ടിക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം. നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെ മതിയാകും. കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് തിളപ്പിച്ച് അതിനെ ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ കടുക് വറുത്തതിലോട്ട് ഈ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് ഈ കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു
അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തെടുത്തത് ഇനി നമുക്ക് ഈ കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത തേങ്ങ നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയായി, എരിശ്ശേരി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.